വെൽക്കം ടു ട്രേഡ് റൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു ഹൈ ആണ്. ഈ ഒരു ഹൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത്യാവശ്യം മോശമില്ലാത്ത ഒരു പുൾ ബാക്ക് തന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ അത് അവസാനിച്ചിരിക്കുന്നത് ഇവിടേക്കാണ്. അത്യാവശ്യം മോശമില്ലാത്തൊരു പുൾ ബാക്ക് തന്നിട്ടുണ്ട്. അതിനർത്ഥം ആ ഒരു ഹൈയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി മാർക്കറ്റ് എത്തുന്നതാണ്. കഴിഞ്ഞ 2 ദിവസത്തെ ക്യാൻഡിൽസും കാണിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് ഇന്ന് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അങ്ങനെ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയൊരു പുൾ ബാക്ക് കൂടി എടുത്തേക്കാം. അങ്ങനെ എടുക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ 2 ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. താഴത്തെ പ്രൈസ് ഏരിയനെ നമ്മളൊരു റെഡ് കളറായിട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി കീ ഏരിയാസോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ കീ ഏരിയാസോ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ നേരത്തെ വരച്ചിരിക്കുന്ന ലൈൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇതാണ് ഇത്തിരി കൂടി വാലിഡ് ആയുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ. അപ്പോൾ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം, അവിടേക്ക് ഈ ഒരു ഇവിടെ വന്നിട്ട് ശേഷം, അതായത് ഒരു ക്യാൻഡിൽ വന്നതിന് ശേഷം വളരെ നല്ല രീതിയിലൊന്ന് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തിട്ടുമാണ് മുകളിലോട്ട് പോയത്. അപ്പോൾ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയും കൂടി ഉണ്ട്. അത് ഇവിടെയാണ്. ഇവിടെ നോക്കിയാൽ കാണാം, മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് റസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം, ഇവിടെ വന്നിട്ട് റസ്റ്റ് ചെയ്തു, മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയി വീണ്ടും ബ്രേക്ക് ചെയ്തു, വീണ്ടും അതിലേക്ക് വന്നു, റീടെസ്റ്റ് ചെയ്തു, താഴോട്ടേക്ക് വന്നു, വീണ്ടും അതിലേക്ക് വന്നു, റീടെസ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് വന്നു, വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് വന്നു, പിന്നെ ബ്രേക്ക് ചെയ്ത് അവിടെ ഒന്ന് റസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് വീണ്ടും റീടെസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം, അതിന്റെ തൊട്ട് മുകളിൽ ഒരു ഇംബാലൻസും കൂടിയുണ്ട്. ആ ഒരു ഇംബാലൻസിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് വേറെ കുറച്ചൊരു ഏരിയയും കൂടി ഉണ്ട്, വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയും കൂടി ഉണ്ട്. അതെന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയതാണ്. പലതവണ ഇവിടെ നിന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ഒരു സോണായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഇതിനെയും സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇനിയും കീ ഏരിയാസ് ഉണ്ടാവും. ആ കീ ഏരിയാസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിലൊരു പ്രധാനപ്പെട്ട കീ ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവിടെ നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം വളരെ വളരെ വലിയൊരു സപ്ലൈ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹൈ വളരെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ നല്ല ക്ലിയർ ആയിട്ട് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. ഒരിക്കൽ കൂടി അതിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ട്രെൻഡ് ലൈൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആക്കി ഇടുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എനിവേ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിൽ എൻട്രി സാധ്യതകളും അതോടൊപ്പം തന്നെ പരിശോധിക്കാം. 50 മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് മുകളിൽ നിന്നൊരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇതൊരു ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ താഴത്ത് ഒരു സപ്പോർട്ട് ഏരിയയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി സംഭവിക്കേണ്ട ഒരു കാര്യം, ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊരു എൻട്രി ചാൻസ് ഉണ്ട്. അത് 2-3 വിധത്തിലുണ്ട്. അതിൽ ആദ്യത്തെ ഒരു വിധം എന്ന് പറയുന്നത്, മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട്, അതായത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ഹൈനെയും ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അത് നല്ലൊരു ക്യാൻഡിലോട് കൂടിയിട്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഹൈനെയും ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് 50 മിനിറ്റ്സ് നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് വരുന്ന റീടെസ്റ്റിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഇതിന്റെ താഴെ വെക്കാവുന്നതാണ്. ടാർഗറ്റ് എന്ന് പറയുന്നത് 2 ടാർഗറ്റ് ഉണ്ട്. ആദ്യത്തെ ടാർഗറ്റ് ഈ ഒരു ഹൈ ആണ്. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു റിസ്ക് റിവാർഡ് കിട്ടുന്ന ഒരു എൻട്രി അല്ലത്. പക്ഷെ ഒരു ബ്രേക്ക് ചെയ്താൽ മിക്കവാറും അവിടേക്ക് എത്താവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ കണ്ടിന്യൂവേഷൻ ട്രേഡ് ആണ്. ഇവിടെ നിന്ന് ഒരു നല്ലൊരു ക്യാൻഡിൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് വലിയൊരു രീതിയിൽ ബ്രേക്ക്ഔട്ട് തന്ന് ഈ ഒരു ലൈനിന്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഒരു റീടെസ്റ്റ് വരികയാണ്. റീടെസ്റ്റ് എന്ന് വെച്ചാൽ വലിയൊരു റീടെസ്റ്റ് അല്ലാതെ ചെറിയൊരു റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വീണ്ടും ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. അത് ഏറെക്കുറെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെ വരാം. അപ്പോൾ ഇതാണ് ബൈ എൻട്രിയുടെ ചാൻസ്. ഇനി ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത്, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു സോണിൽ നിന്ന് ഒരുപക്ഷെ റീടെസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്.
പക്ഷെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാൻഡിലൊന്ന് താഴോട്ടേക്ക് തിരിച്ചിറങ്ങുകയാണ്, നല്ല സ്ട്രോങ് ആയിട്ട് ക്യാൻഡിൽ തിരിച്ചിറങ്ങുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു സെല്ല് എടുക്കാം. ആ ഒരു സെല്ലിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറെക്കുറെ ഈ ഒരു ഹൈയിലേക്ക് വെക്കാവുന്നതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ബ്രേക്ക് ചെയ്ത് പോകുന്ന ഹൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് വെക്കാവുന്നതാണ്. ചിലപ്പോൾ വീണ്ടും ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു റെഡ് ലൈനിലേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട്. ഇനി അടുത്ത സെൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിൽ പോയി ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണ്, ഒരു സെൽ കൺഫർമേഷൻ കിട്ടുകയാണ്. സെൽ കൺഫർമേഷൻ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നൊരു സെൽ എൻട്രി ഉണ്ട്. അപ്പോഴും ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഇവിടെയായിരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് എന്തെങ്കിലും പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വെച്ചിട്ട് ഇറങ്ങിപ്പോരുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെയും ഒരു സെൽ എൻട്രി ഉണ്ട്. ഇനി അടുത്തൊരു സെൽ എൻട്രി എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, എത്തുമോ എന്ന് ഉറപ്പില്ലാത്തൊരു സെൽ എൻട്രി ആണ്. മാർക്കറ്റ് ഈ റെഡ് ലൈനിന്റെ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം കാര്യമായിട്ട് സ്ട്രോങ് അല്ലാത്തൊരു റീടെസ്റ്റ് വരികയാണ്. അതായത് വലിയൊരു മൂവ്മെന്റ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരികയും അതിനെ ബേസ് ചെയ്തിട്ട് ചെറിയൊരു റീടെസ്റ്റും വരികയാണെങ്കിൽ ഏറെക്കുറെ റെഡ് ലൈനിൽ നിന്ന് നമുക്ക് അടുത്തൊരു എൻട്രി എടുക്കാം. ഒരു ഇംബാലൻസ് വരെ എത്താവുന്നതാണ്. ഒരു ഇംബാലൻസും കഴിഞ്ഞു വന്നാൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വീണ്ടും ഇറങ്ങാം. ഈ രണ്ട് ഏരിയയും പ്രധാനപ്പെട്ട ഏരിയയാണ്. പ്രത്യേകിച്ച് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു നല്ല രീതിയിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണ്, ഒരു വലിയൊരു കൺഫർമേഷൻ കിട്ടുകയാണ്, വലിയൊരു ക്യാൻഡിൽ കൺഫർമേഷനോ പാറ്റേണോ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും റെഡ് ലൈൻ വരെ വെക്കാം. കുറച്ചുകൂടി മുകളിൽ പോയിട്ട് ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിൽ പോവുകയാണെങ്കിൽ, അതായത് ഇതിന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വലിയൊരു ട്രേഡ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മുകളിലോട്ട് പോകും എന്നുള്ള രീതിയിലേക്ക് വലിയൊരു ട്രേഡ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതും ഒരു അഡീഷണൽ ട്രേഡ് ആയിട്ട് നോക്കാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കോയിനിലുള്ള പ്രൈസ് അനാലിസിസ്, അതുപോലെ തന്നെ എൻട്രി സാധ്യതകളും. അപ്പോൾ എന്നും പതിവ് പോലെ പറയുന്ന പോലെ തന്നെ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഈ ഏരിയാസിൽ വരുന്ന സമയത്ത് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ബേസ് ചെയ്തിട്ട് എടുക്കുക, അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.